പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ താത്ത പല്ലുറുമ്പിക്കാട് പോണത് ആ ചെക്കനെ നേരക്കന്നെ 2-3 ദിവസം നമ്മൾ കാട് കളിച്ചിട്ടുണ്ടല്ലോ. അതിലൊരു കാട് എങ്ങനെയോ അവിടെ പെട്ടുപോയി. അത് കറക്റ്റ് നമ്മളെ ലൂക്കാക്കാന്റെ കണ്ണിലും അവിടെ പെട്ടു. ഓഫ്കോഴ്സ് ഓനത് ആദ്യം കണ്ട് ഓനത് നമ്മളെ താത്ത രണ്ടാമതാണ് കണ്ടത്. അപ്പത്തേക്ക് ലൂക്കാക്കാന്റെ എടുക്കലും കഴിഞ്ഞു. പെണ്ണിനോ തന്നെ വേണം. അതിനാണ് പോളോ അവന്റെ കോളറൊക്കെ പിടിച്ച് വലിച്ചത്. ആരാദ്യം കണ്ടെന്നുള്ളതിന് ഒരു പ്രസക്തി ഇല്ല ഇവിടെ. കയ്യൂക്കുള്ള കാര്യക്കാരനാണല്ലോ. ഇതിപ്പോ കയ്യൂക്ക് നമ്മളെ താത്താക്കാണ്. അതുകൊണ്ട് ഓക്കാണ്ട് കിട്ടിയത്. പക്ഷെ നിയമം അതെല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ഞാൻ അത് ഓളർത്ത് വാങ്ങിക്കാണ്ട് ഓനക്കന്നെ കൊടുത്ത് നമ്മളെ ലൂക്കാക്ക് സന്തോഷിച്ചിരിക്കുന്നു. അപ്പത്തേക്ക് ആ പെണ്ണങ്ങോട്ട് വന്നിട്ട് പിന്നെ വലിച്ചിട്ടോനെ ഇങ്ങോട്ട് ഒന്നും അറിയാത്തമാരി എന്റെ അടുത്ത് വന്നിരിക്കണ പെണ്ണ് നമ്മളോട് കളി. ഞാനത് പിന്നീട് വാങ്ങിക്കാണ്ട് ഓനക്കന്നെ കൊടുത്തേ. ഞാൻ ചെക്കനോട് പറഞ്ഞു അപ്പൊ എന്റെ കണ്ണുപെടാതെ വിട്ടെവിടെങ്കിലും പോയിക്കാണ്ടിരുന്നു. ഓനത് പിന്നെ ഓളത്തന്നെ ഒട്ടാൻ പോണേന്ന്. ഓക്കാണെങ്കിൽ അത് കിട്ടിയേ പറ്റൂ. പ്രാവശ്യം ഓളം കൊണ്ട് റാഞ്ചാ വന്നപ്പോഴേ ഓനങ്ങോട്ട് ഒരൊറ്റ ഓട്ടോ. ആ പെണ്ണ് തോണ്ട് പിന്നാലെ പോണേ. ഞാൻ ആ ചെക്കനോട് അപ്പളേ പറഞ്ഞത് അവളെ കണ്ണുപെടാത്തടുത്ത് പോയിരുന്നോന്ന്. ഇതന്നെ പറഞ്ഞ തള്ളാറ് പറഞ്ഞു കേൾക്കണമെന്ന്. അവസാനം ചെക്കൻ എന്താ പിടിച്ചു പറഞ്ഞാണ്ട് ഓക്കനോട് കൊടുത്തു. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ കൊടുത്തിട്ടോ ആ പെണ്ണ് ഓന്റെ ചെവി പിടിച്ചിരിക്കണേ. ഞാൻ വിചാരിച്ചോ കൊടുത്തതാണ്. കൊടുത്തതല്ല സംഭവം. ഓനോടെ വെച്ചതാ. അപ്പോത്തേക്ക് അവിടെ വന്നാണ്ട് എടുത്ത് ഇങ്ങോട്ട് ഇരുന്നാണ്ട് മോങ്ങാണ് ഓനോടെ. പിന്നെ ഞാൻ ഒന്നും കൂടി വാങ്ങിക്കാണ്ട് ഓനക്കനാണ്ട് കൊടുക്കാൻ നോക്കി. പക്ഷെ ഇപ്രാവശ്യം നല്ല പിടുത്താ പിടിച്ചത്. വലിച്ചിട്ടും തിരിച്ചിട്ടൊന്നും ആ പെണ്ണ് വിട്ടരില്ലാന്നേ. നമ്മളെ ലൂക്കാണെങ്കിൽ അപ്പത്തേക്ക് അപ്പുറത്ത് പോയി പണങ്ങിയിരിക്കണ്ടേ. പിന്നെ ഓനെങ്ങനെ ഇരുന്നാണ്ട് കരണ്ടപ്പോഴേ ഓക്കണ്ട് മനസ്സലിഞ്ഞേ. ഓളന്നെ അങ്ങോട്ട് കൊടുത്തു. എനിക്ക് കുറെ നേരത്തെ നല്ല പിടിക്ക് ശേഷം എനിക്ക് കിട്ടിയ സന്തോഷത്തിലാണ് ഓനിപ്പോ നക്കി തിന്നത്. എന്തായാലും ബാക്കി ഞങ്ങളെ കാര്യം ഞങ്ങൾ പറഞ്ഞോളാം. അറിഞ്ഞാണ്ട് നമ്മളെ ലൂക്കാക്ക വന്നിട്ട് കേട്ടോ. ഓനക്ക് എന്താ പറയാനുള്ളത് ഒന്നും കൂടി നമുക്കൊന്ന് കേട്ടോക്കാം. എല്ലാവർക്കും മനസ്സിലായില്ല എന്താ അവിടെ ഒന്ന് സംഭവിച്ചതെന്ന്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ പറയാന്ന്. ഇപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക് ലൂക്കാക്കും കൂടെ പറഞ്ഞപ്പോഴൊക്കെ സത്യമാണ്. ഇനി നമ്മളെ ലീത്താത്തന്റെ ഭാഗം കൂടെ നമുക്ക് കേട്ടോക്കാം. ഇന്ന് പോലെ വേറെന്തോ പണിയില്ല. വേറൊരു സാക്ക് ഓക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാണ് വരണ്ടട്ടാ. ഒക്കെ നമുക്ക് മനസ്സിലായില്ല എന്നെ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ബൈ ബൈ, സീ യു.